ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരേക്കർ സ്ഥലത്തേക്കാണ്. ഒരേക്കർ അത് വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ. ഉള്ള നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ്. ഈ റോഡിൻ്റെ പക്കന് ഇതാ ഈ കാണുന്ന മതിലാണ്. ഇതാ നമ്മുടെ സ്ഥലം. ഈ ഗേറ്റ് കഴിഞ്ഞ് ഇതാ ഈ മതിൽ, ഈ വലിയ മതിൽ അവിടുന്ന് തുടങ്ങാണ്. ഈ മതിൽ കെട്ടിയ സ്ഥലമാണ് ഒരേക്കറ. ടാർട്ട് റോഡാണ് പക്കന്. ഇത് ബസ് റൂട്ടല്ലാത്ത ടാർട്ട് റോഡാണ്. ഒരേക്കറ സ്ഥലമാണ്. ഈ മതിൽക്കെട്ട് ഇങ്ങനെ പോവാണ്. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ തോട്ടത്തിലേക്ക് കിടക്കുന്ന ഈ ഗേറ്റ്. വാഹനങ്ങളെല്ലാം വരും. ഇതാണ് തോട്ടം. പ്ലാവ്, പറങ്കിമാവ്, മാവുകൾ, അതേപോലെ കവുങ്ങ്, തെങ്ങ്, അങ്ങനെ കിടക്കാണ്. ഇതിൻ്റെ മറ്റേ സൈഡിലായിട്ട് കാണുന്നത് കണ്ടോ, അതൊരു വീടാണ് കണ്ടോ. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നനയ്ക്കാനുള്ള ടാങ്ക് കെട്ടിയിരിക്കുകയാണ്, വെള്ള ടാങ്ക്. വെള്ളം ഇതിലേക്ക് അടിച്ച് കയറ്റിയിട്ട് പിന്നെ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തിലും വെള്ളം മറ്റേ പൈപ്പ് കണക്ഷനാണ്, നനയ്ക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. തൊട്ടടുത്തത് ആ വീട് കിടക്കുന്നു. കവുങ്ങൊക്കെ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. ഒരു നെക്സ്റ്റ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കായ തുടങ്ങും. ചെറു സൈസ് കവുങ്ങുകളും തെങ്ങുമാണ് കേട്ടോ. നല്ലതിൻ്റെ ഈ സൈഡിലും വീടുണ്ട്, ഒരു വീട് കണ്ടോ. രണ്ട് സൈഡും വീടാണ്. ഇത് പ്ലോട്ട് ചെയ്ത് വെക്കേണ്ട ആളുകൾക്ക് ഇത് എടുക്കാൻ പറ്റും. പറമ്പാണ് സംഭവം. നിരന്ന ഭൂമിയാണ്. വെള്ളത്തിന് ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ്. ഓപ്പൺ കിണറിൽ തന്നെ വെള്ളം യഥേഷ്ടം കിട്ടുന്ന സ്ഥലമാണ്. അല്ലോ ഇതൊരു വീടാണ്. ഫ്രണ്ടിൽ ഞാനൊരു വീട് വേറെ കാണിച്ചെന്നല്ലോ. ഈ ഒരേക്കറുടെ ഫുൾ റൗണ്ട് അതേ മതിൽ കെട്ടിയിരിക്കുകയാണ്. ഫുൾ റൗണ്ടും മതിൽ കെട്ടിയിട്ടുണ്ട്. മതില് ഇത് പാലക്കാട് ജില്ലയിൽ കൂറ്റനാട്ടുനിന്ന് ഒരു 4 കിലോമീറ്റർ പെരിങ്ങോട് പറഞ്ഞ സ്ഥലമാണ്. കണ്ടോ, എല്ലാ ഭാഗത്തും ഇതേമാതിരി പൈപ്പ് കണക്ഷൻ ഉണ്ട്. അവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം വരും. എല്ലാ ഭാഗത്തും ഉണ്ട് അതേമാതിരി പൈപ്പ്. ഇവിടെ ഒന്ന് ഇനി ഈ ഭാഗത്തൊക്കെ മാവുകളാണ്. മാവ് അല്ലോ, ചെറുവയസ് ജാതി മാവുകൾ.
ഇതാണ്ടോ ഇവിടെയൊക്കെ മാവുകളാണ്. കണ്ട പൈപ്പ് കണക്ഷൻ അതാ വേറെ ഒന്ന്. എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ, വെള്ളത്തിന് പ്രശ്നമില്ല. ഇതാ വേറെ പൈപ്പ് കണക്ഷൻ. ഇനി നമ്മുടെ തോട്ടത്തിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഭാഗത്തും മതിൽ കെട്ടിയിട്ടുണ്ട് പറഞ്ഞല്ലേ. കണ്ടോ ഇത് ബാക്ക് സൈഡാണ്. ഇതാണോ സൈഡ് ഇങ്ങനെ ആ ടാർ റോട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇത് ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലും വീടുകളാണ് കേട്ടോ. കണ്ടോ ഇത് ബാക്ക് സൈഡിൽ കിടക്കുന്ന വീടാണ്. ബാക്ക് സൈഡ് ഇതേമാതിരി ഇത് റോഡാണ്. കണ്ടോ ഈ വീട്ടിലേക്കൊക്കെ വരുന്ന റോഡാണ്. നമ്മുടെ തോട്ടത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഫ്രണ്ടിൽ നമ്മൾ ടാർ റോഡ് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മതിലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ തോട്ടത്തിൻ്റെ അപ്പുറത്തുള്ള തോട്ടത്തിൻ്റെ ആ സൈഡിൽ നിന്നാണ് ഈ ബാക്കിലത്തെ റോഡ് വരുന്നത്. അപ്പോൾ നമ്മളെ ഈ പ്ലോട്ടൊക്കെ ഇത് പ്ലോട്ടാക്കി മുറിക്കുകയാണെന്ന് വെച്ചാൽ തന്നെ ബാക്കിൽ റോഡുണ്ട്, ഫ്രണ്ടിൽ റോഡുണ്ട്. നല്ലൊരു കച്ചവടമാണ്. ആവശ്യമുള്ളവർ വിളിച്ചോളി. പാലക്കാട് ജില്ല കൂറ്റനാട് എന്ന സ്ഥലത്തു നിന്ന് മാക്സിമം ഒരു 4 കിലോമീറ്റർ. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ചാലിശ്ശേരിയിൽ നിന്നും ഒരു 3-3.5 കിലോമീറ്റർ ഉണ്ടാവും. ജാതി മാവുകളാണ് കേട്ടോ, ജാതി മാവുകളാണ്. ഒരു കൊല്ലം കൊണ്ടൊക്കെ അത്യാവശ്യം വരുമാനമുള്ളൊരു തോട്ടമാവും. 1 ഏക്കർ സ്ഥലമാണ്. അളവിൽ ഒരു പക്ഷേ കൂടുതലുണ്ടായേക്കാം. നല്ല മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നല്ല പോയിന്റ് ചെയ്ത് കിടക്കുന്ന സ്ഥലം. 4 ഭാഗത്തും വീടുകളുണ്ട്. അല്ല, ഒരു ഭാഗത്ത് മാത്രം വീടില്ല, മറ്റുള്ള ഭാഗത്തൊക്കെ വീടാണ്. ഫ്രണ്ടിൽ ടാർ റോഡാണ്. ടാർ റോഡ് പറഞ്ഞാൽ ബസ് പോണ റോഡല്ല. പിന്നെ അങ്ങനെയാണ് പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഈ തോട്ടത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പഞ്ചായത്ത് റോഡുണ്ട്. അവിടെയും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആ കാണുന്നത്. ആവശ്യമുള്ളവർ വിളിച്ചോളി. ഇത് ഡയറക്റ്റ് മുതലാളിമാരായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഡയറക്റ്റ് മുതലാളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് മുതലാളിയുടെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്, സംസാരിക്കാം. കുറേ വീടുകളാണ്. അപ്പോൾ നമ്മുടെ ആ തോട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് റൂട്ടാണ്. എന്താ നമ്മൾ ഈ കയറിയത് ബസ് റൂട്ടാണ്. ഇത് ചാലശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡാണ്. ചാലശ്ശേരിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന റോഡാണ് നമ്മൾ കയറിയത്. നിറയെ വീടുകളാണ്. പരിസരം കുഴപ്പമില്ല. റോഡ് ചെയ്യാൻ പറ്റുന്ന ഭൂമിയാണ്.